മലയാളത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംവിധായകനാണ് ശ്രീ കമൽ. നമ്മൾ നിരവധി തവണ അല്ലേ സിനിമയെക്കുറിച്ച് നല്ല അടുപ്പമാണ് ആണല്ലേ. നിരവധി തവണ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള, ആവർത്തിച്ച് കണ്ടിട്ടുള്ള സിനിമകളിൽ ആദ്യത്തെ 5 സിനിമകളിൽ 2 സിനിമകൾ കമൽ സാറിൻ്റെയാണ്. ഒന്ന് പെരുവണ്ണ അവർ 2 പ്രാദേശിക വാർത്ത അടുത്തടുത്ത സിനിമകൾ. അതെ, അടുത്തടുത്ത സിനിമകളാണ്. മാത്രമല്ല അത് എപ്പോഴും നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ. അതല്ല കേട്ടോ, മെച്ചപ്പെട്ട സിനിമകൾ എന്നുള്ള അർത്ഥത്തിലല്ലേ ഞാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആവർത്തിച്ച് കാണുന്ന പല സിനിമകളിൽ 2 സിനിമകൾ. അത് അത്ഭുതകരമായിട്ടുള്ളത് രഞ്ജിത്താണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, രണ്ടും രഞ്ജിത്ത് എന്നുള്ളതാണ് അല്ലേ. രണ്ടും രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റുകളാണ്. രഞ്ജിത്തിന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ്. പെരുവണ്ണാവരും ആദ്യത്തെ സ്ക്രിപ്റ്റാണ് അല്ലേ. ഇത് തുടങ്ങിയത് അതിലാണ്. അത് പക്ഷേ ഓർക്കാപ്പുറത്തോ ഓർക്കാപ്പുറത്ത് കഥയാണ്. കഥയാണല്ലേ. ഷിബു ചക്രവർത്തിയാണ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് തിരുവനന്തപുരത്തിന്റെ കഥ എൻ്റെ ആയിരുന്നു. പെരുവണ്ണാരത്തിന്റെ കഥ കമൽ സാറിൻ്റെ ആണ്. എൻ്റെ തിരക്കഥയാണ് എഴുതിയാണ് വരുന്നത് അല്ലേ രഞ്ജിത്ത് വരുന്നത്. സാധാരണ ഇതിലൊരു സംവിധായകന് ഒരു ശൈലി ഉണ്ടാവും. ഇതങ്ങനെയല്ല, പല സിനിമകളും പല രീതിയിലാണ് ട്രീറ്റ് ഈ ചെയ്യുന്നത്. മലയാളത്തിൽ അത്തരത്തിൽ വളരെ വ്യത്യസ്തനാണ് ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ. ശരിയാ, സ്മൃതിയുടെ ഒബ്സർവേഷൻ ശരിയാ. കാരണം വെച്ചാൽ നോക്കുമ്പോഴത്തേക്കേ ഇപ്പം എന്താ പറയുക, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, പ്രാദേശിക വാർത്തകൾ, അഴകിയ രാവണൻ. അഴകിയ രാവണനൊക്കെ മലയാളത്തിലെ ഏറ്റവും രസകരമായ സിനിമകളിൽ അല്ലേ. പിന്നെ അയാൾ കഥ എഴുതുകയാണ്. ആ ജോണറിൽ കുറേ സിനിമകളുണ്ട്. അതേസമയം നമ്മൾ, നിറം എന്നൊക്കെ പറയുന്ന ഈ ഒരു യുവജനങ്ങളുടെ സിനിമകളുണ്ട്. അതേസമയം ഉള്ളടക്കം, ഉണ്ണികളെ ഒരു കഥ പറയാം, അത്തരം ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള സിനിമകളുണ്ട്. മേഘമൽഹാർ ഒക്കെ പോലുള്ള വേറൊരു തരം സിനിമ. ഇതിൽ കമൽ സാറിന്റെ ഒരു ടാക്ടിക്സ് ഉണ്ട്. ഉണ്ണി സാർ അത് ശ്രദ്ധിച്ചിരുന്നോ? അതായത് കമൽ സാർ ബോധപൂർവ്വം എടുക്കുന്ന ഒരു ടാക്ടിക്സ് ഉള്ളതുപോലെയാണ് ഈ ഒരു കുറച്ച് സിനിമകൾ നമ്മളൊന്ന് എണ്ണം പറഞ്ഞ കുറച്ച് സിനിമകൾ, സാർ പറഞ്ഞ സിനിമയല്ലാതെ വേറെ കുറച്ചും കൂടി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു കളറോ ആ റോണറോ ഒട്ടും റിഫ്ലക്ട് ചെയ്യാത്തതായിരിക്കും അടുത്ത പടം. സംശയം ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കും. ശരിയാ. ഓരോ സിനിമ അത് ഒരു സ്വയം ബോധപൂർവം ചെയ്യുന്നതാണ്. അതെ അതെ, കുറെ ഇപ്പൊ പെരുവണ്ണാവരും പ്രാദേശികത്തിൽ അടുത്തടുത്ത് ഒറ്റ വർഷത്തിന് വന്ന്. അതിനുശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ ഒരു കുറച്ച് കമേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓഫ് ബീറ്റ് സിനിമ ചെയ്യും. അത് എനിക്ക് മടുക്കും പെട്ടെന്ന്. അത് സത്യമായിട്ട് ഞാൻ എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു നിറം ഭയങ്കര ഹിറ്റായ ഒരു പടമാണ്, നന്നായിട്ട് ഓടിയ പടമാണ്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു. അപ്പം ഞാൻ പോയി മധുരമമ്പര കാറ്റ് ചെയ്തു. അത് ഓടിയില്ല. അപ്പോൾ വീണ്ടും പോയിട്ട് നമ്മൾ ചെയ്തു. ഇങ്ങനെയൊക്കെ ഇപ്പത്തെ ഏറ്റവും ഒടുവിലത്തെ സിനിമയുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും പറയാം അത് വൈറലായി എന്നാണല്ലോ പറയുക. അങ്ങനെ ഒരു ടൈറ്റിൽ തന്നെ കൊടുത്തു. അത് ബോധപൂർവ്വം തന്നെ ചെയ്താണല്ലേ ഇപ്പത്തെ കാലത്തിന് അനുസരിച്ച്. അത് മാത്രമല്ല, സബ്ജക്റ്റിനും ക്യാരക്ടറിനും പറ്റുന്ന ഒരു പേരെന്നുള്ള രീതിയിലാണ്. അതും ഒരു വിവാദമായില്ലേ. കുറച്ച് സ്ത്രീപക്ഷമാണോ പുരുഷപക്ഷമാണോ, പുരുഷനെതിരെയാണോ? പുരുഷന്മാർ കുറച്ച് പ്രശ്നമായിട്ട് അത് സ്വാഭാവികമായിട്ടും വരുമല്ലോ. കാരണം സ്ത്രീപക്ഷ സിനിമ എന്ന് പറയുമ്പോഴേ അവർ എതിർക്കും. ഏറ്റവും മികച്ച ആക്ടേഴ്സിനോടൊപ്പം തുടർച്ചയായി വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള സംവിധായകനുമാണ്. അതെ അതെ, ഒരു ആക്ടറോടല്ല, മലയാളത്തിലെ ഏറ്റവും മികച്ച ആക്ടേഴ്സിനോടൊപ്പം, അതിപ്പം നടന്മാരായാലും നടിമാരായാലും അല്ല, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ആക്ടേഴ്സ് ആരൊക്കെയാണ്? ഒരുപാട് പേരുണ്ട്. എനിക്കങ്ങനെ കംഫർട്ടബിൾ അല്ലാണ്ട് തോന്നിയ ആൾക്കാർ വളരെ കുറവുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരും, ഹീറോസ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ തിലകൻ ചേട്ടൻ, നെടുമുടി വേണു, ശങ്കരാടി ചേട്ടൻ, ഒടിയൂർ ഉണ്ണികൃഷ്ണൻ, കുതിരവട്ടം പപ്പു, ആ ഒരു ശ്രേണിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ് അതിൻ്റെ അകത്ത്. കാരണം ചില വരസലും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കാര്യങ്ങൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പടം തീരുമ്പോൾ തീരാറുണ്ട് സാധാരണ നിലയ്ക്ക്. അതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ കുതിരവട്ടം പപ്പുവായിട്ടും ശങ്കരാടിയുമായിട്ടും ഒക്കെ തന്നെയും അല്ലേ, നമ്മുടെ ഒരു പ്രതാപകാലം അവസാനിച്ചോ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ? അല്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. നെടുമുടി നമ്മളെ നോക്ക്, ഈ അടുത്ത കാലത്ത് മാത്രം നമ്മൾ വിട്ടുപിരിഞ്ഞു പോയവർ എത്ര പേരാണ്? നെടുമുടിയില്ല, APSC ലളിതയില്ല, ഇന്നസെന്റ് ഇല്ല, മാമുക്കോയില്ല. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ പപ്പു ചേട്ടനും അതുപോലെ ശങ്കരാടിയും ഒടുവിലും ഒക്കെ പോയി. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരു പെരുവണ്ണാപുരത്ത് എടുക്കാൻ പറ്റില്ലല്ലോ. പുതിയ ജനറേഷൻ എടുക്കേണ്ടി വരും. അല്ല, ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ തുടങ്ങിയ കാലത്ത് ഇപ്പം ഞാൻ സേതുമാൻ സാറിനെയും ഭരതേട്ടൻ്റെയും PN എൻ്റെ കൂടെ ഒക്കെ തുടങ്ങിയാണ്. അപ്പം അന്ന് ബാലൻ നായർ, അച്ഛൻ കുഞ്ഞ് തുടങ്ങിയിട്ടുള്ള ആക്ടേഴ്സ്, ഇപ്പോൾ നസീർ സാറ് തുടങ്ങിയിട്ടുള്ള ആ കാലത്ത് തൊട്ട് നമ്മൾ തുടങ്ങിയതാണ്. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. ആ കാലത്തുണ്ടായിരുന്ന ആൾക്കാരാണ് ശങ്കരാടി ചേട്ടനൊക്കെ. നമ്മളെ എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. മധുസാറിൻ്റെ ഒക്കെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേ ശങ്കരാടി ചേട്ടൻ എപ്പോഴും ഉണ്ടാവും, എല്ലാ സിനിമയിലും ഉണ്ടാവും. ആ ഏത് ഡയറക്ടറാണെങ്കിലും ശങ്കരാടി ചേട്ടൻ ഉണ്ടാവും. ശങ്കരാടി ചേട്ടൻ ആദ്യം വന്നു കഴിഞ്ഞാൽ ക്യാരക്ടറൊന്നും ചോദിക്കില്ല, എനിക്ക് വിഗ് ഉണ്ടോയെന്ന് ചോദിക്കാം. വിഗ് ഉണ്ടോയെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ എൻ്റെ സിനിമയിൽ ചേട്ടാ വിഗ് ഇല്ലേട്ടാ, വിഗ് തരില്ലേട്ടാ എന്ന് പറഞ്ഞു.
എന്നോട് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വിഗ് വേണം, അത് പുള്ളിയുടെ ഒരു ഇതാണ്, പുള്ളി കംഫർട്ടബിൾ ആവും. ദേഷ്യം എന്ന് വെച്ചാൽ പാണ്ഡ്യൻ എന്ന് പറഞ്ഞ മേക്കപ്പ് മേലാണ് മിക്കവാറും കൂടുതൽ പടങ്ങളൊക്കെ ആദ്യമായിരുന്നു. പാണ്ഡ്യനോട് പറയും കമലിൻ്റെ ഒരു പ്രശ്നമായിട്ട് വിഗ് സമ്മതിക്കില്ല. സത്യൻ്റെ പടത്തിന് ചെന്ന് കഴിഞ്ഞാൽ വിഗ് ഉണ്ടാവും. അപ്പോൾ അതൊരു സമാധാനമാണ്. അതല്ലാതെ ശങ്കരാടി ചേട്ടനൊക്കെ പോലുള്ള ആൾക്കാർ, പപ്പുവേട്ടനൊക്കെ, അവർ പുറത്തൊക്കെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നത് ഞങ്ങളോടൊക്കെ അന്ന് തൊട്ട് തുടങ്ങിയൊരു ബന്ധമായിരിക്കും, അത് തുടർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മധുസാർ പുലിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക്